ഒരു വ്യക്തി ലഹരിക്കടിമപ്പെടുമ്പോൾ നശിക്കുന്നത് അയാൾ മാത്രമല്ല, അയാളുടെ കുടുംബം കൂടെയാണ്. ലഹരിക്കടിമപ്പെട്ട ആളുടെ കുടുംബം അനുഭവിക്കുന്ന കോൺസിക്വൻസസ് ചെറുതൊന്നല്ല. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അവരനുഭവിക്കുന്ന ഇൻസെക്യൂരിറ്റി. എന്ന് വെച്ചാൽ ഇമോഷണലിയും ഫൈനാൻഷ്യലിയും ഒക്കെ അവർ ഒത്തിരി ഇൻസെക്യൂരിറ്റീസിലൂടെയാണ് കടന്നു പോകുന്നത്. ഫൈനാൻഷ്യലി പറയുകയാണെങ്കിൽ ഈ ഒരു വ്യക്തി കൊണ്ടുവന്ന് വെച്ച ബാധ്യതകൾ, അതിന് പുറമെ ഇയാളെ ചികിത്സിക്കാനും മറ്റുമായി എടുത്ത സാമ്പത്തിക ബാധ്യതകൾ എല്ലാം ഇവരെ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസിലോട്ടാണ് കൊണ്ടെത്തിക്കുന്നത്. അത് കാരണം ഇവർക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു ഹോപ്പ് ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇമോഷണൽ ഇൻസെക്യൂരിറ്റിയും. അതായത് ഈ വീട്ടിലെ മറ്റു വ്യക്തികൾക്ക് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ടേക്ക് കെയർ ചെയ്യാനും അവർക്കൊരു റോൾ മോഡലാക്കാനും ആരുമില്ലാണ്ടാവുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്ന ഇമോഷണൽ ഇൻസെക്യൂരിറ്റി അത് ഒത്തിരി വലുതാണ്. ഇനി ഈ കുടുംബങ്ങൾ ഒരുപാട് സോഷ്യലി ഐസൊലേറ്റഡ് ആയി പോകുന്നുണ്ട്. അതായത് അത് രണ്ട് രീതിയിലാണ്. ഒന്നാമതായി സമൂഹം തന്നെ ഇവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു പ്രവണതയുണ്ട്. രണ്ടാമതായിട്ട് ഇവരനുഭവിക്കുന്ന ഈ നാണക്കേട് കാരണം പുറത്തോട്ട് പോവാൻ, മറ്റുള്ളവരുമായി കണക്ഷൻസ് കീപ്പ് ചെയ്യാനും മറ്റുള്ള ആളുകളുമായിട്ട് ഇൻട്രാക്ഷൻസിനൊക്കെ ഇവർ ഒത്തിരി മടിക്കും. അത് കാരണം ഇവർ മൊത്തത്തിൽ ഐസൊലേറ്റഡ് ആയി പോവാണ്. അതുപോലെ തന്നെയാണ് അവരുടെ വീട്ടിലെ കുട്ടികൾ. ഈ കുട്ടികൾ ഒത്തിരി ഇൻട്രോവേർട്സ് ആയി പോകാനുള്ള സാധ്യതയുമുണ്ട്. ഈ വ്യക്തികളുടെ കുടുംബങ്ങൾ ഓരോ ദിവസവും ഒത്തിരി ഗിൽറ്റി ഫീലിങ്സിലൂടെ, അതായത് കുറ്റബോധങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവരെപ്പോഴും വിചാരിക്കുന്നത് ഇവർ കാരണം കൂടെയാണ് ഈ വ്യക്തി ലഹരിക്കടിമപ്പെടുന്നത് എന്നാണ്. ഈ ഒരു ഗിൽറ്റി ഫീലിങ്സ് കാരണം ഈ വ്യക്തികളുടെ കുടുംബത്തിലുള്ളവർ ഡിപ്രഷനിലോട്ട് പോകാനും സൂയിസൈഡൽ തോട്ട്സ്, അതായത് ആത്മഹത്യ ചിന്തകൾ നിറയാനുമൊക്കെ കാരണമാവും. ഈ ലഹരിക്കടിമപ്പെട്ട വ്യക്തിയുടെ കുടുംബങ്ങളിലെ മറ്റുള്ളവർ ഇയാളെ അനുകരിച്ച് ലഹരി ഉപയോഗിക്കാനുള്ള സാധ്യതയും ഒത്തിരി കൂടുതലാണ്.